ഹായ് എവരിവൺ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു യാത്രയ്ക്ക് പോകണേ. രാവിലെ എഴുന്നേറ്റ് റെഡിയായി നമ്മളൊരു സ്ഥലം വരെ പോകുകയാണേ. ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. ബാംഗ്ലൂരിൽ നമ്മൾ നല്ല മൂടൽ മഞ്ഞൊക്കെ ഉണ്ട്, നല്ല തണുപ്പുള്ള ഒരു ദിവസമാണ്. അപ്പം അധികം ട്രാഫിക്കും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം ക്രിസ്മസ് ആയ കാരണം എല്ലാവരും നാട്ടിൽ പോയിരിക്കാൻ തോന്നുന്നു. ബാംഗ്ലൂരിൽ ആരുമില്ല, ഒട്ടും ട്രാഫിക്കിലായിരുന്നു. ഞങ്ങൾ രാവിലെ എത്തിയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ആരാന്ന് മനസ്സിലായോ? ഇപ്പം കാണാം, വീഡിയോയിൽ കാണാം. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. അതൊക്കെ ഒത്തിരി എക്സൈറ്റഡ് ആണ്. അത് വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് വിളിക്കാൻ വന്നത്. അപ്പോൾ ചേട്ടൻ ഇന്നലെ രാത്രി എത്തി. ഇനി അടുത്ത ആരാ വരുന്നാൻ പോകുന്നത്? ഏതാ ട്രെയിൻ വന്നു, ഞാൻ ഇപ്പം കാണിച്ചു തരാം ആരാ വരാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാണ്. അങ്ങനെ വീട്ടിൽ ഞങ്ങൾ ആഘോഷം തുടങ്ങുകയാണ്. ക്രിസ്മസ് വെക്കേഷൻ ഞങ്ങൾ അടിച്ച് തകർത്ത് പൊളിക്കും ഇപ്രാവശ്യം. ഇതാ വന്നു. ഇതാരാന്ന് മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും? ലക്ഷ്മി. എൻ്റെ വീഡിയോയുടെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കൂടുതലും സബ്സ്ക്രൈബേഴ്സ് ലക്ഷ്മി വഴി കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് ലക്ഷ്മിയും മോളും. അത് എൻ്റെ ബ്രദറിൻ്റെ വൈഫും മോളുമാണ്. ഇത് ആമി. അങ്ങനെ ആമി ഒത്തിരി ഹൈറ്റൊക്കെ വെച്ചു എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ ലക്ഷ്മി പറയാൻ ഭയങ്കര തണുപ്പ്, എനിക്ക് ഒട്ടും സഹിക്കാം. ലക്ഷ്മി ഫുൾ കവർ ചെയ്താ, കാരണം ലക്ഷ്മിക്ക് അലർജി ഉണ്ട്. അങ്ങനെ വീട്ടിലെത്തിയതാ. മമ്മിയെ കണ്ടു. മമ്മി അപ്പോൾ ടി വി കണ്ടിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ മമ്മിയെ അടുത്ത് സംസാരിക്കുമായിരുന്നു. എന്തൊക്കെയുണ്ട് മമ്മി ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതാണ് ഏറ്റവും ഇൻട്രസ്റ്റിങ്. എനിക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ പെട്ടി പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം അച്ഛനും അമ്മയൊക്കെ അവർക്ക് എനിക്കിഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിടുവന്നു. അപ്പോൾ ആദ്യം മമ്മി പറഞ്ഞു, വേഗം പെട്ടി പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര എക്സൈറ്റഡായി. ഞാനും ചെറുതിലെ ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്കിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നൊക്കെ തുറന്നു നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് പെട്ടിയൊക്കെ തുറന്നു നോക്കുമായിരുന്നു. അവനുള്ള ചോക്ലേറ്റ് കിട്ടി. ദാമിക്ക് എല്ലാവർക്കും കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും കൂടെ ഒരു ചോക്ലേറ്റ്. അപ്പോൾ അച്ഛൻ കൊടുത്ത് വിട്ടതാണ് എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും എല്ലാവർക്കും ഉള്ള ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് സോപ്പ്, ഇത് ക്യാൻറ്റീനിലെ സോപ്പാണ്. സാൻഡൽവുഡിൻ്റെ പേരിപ്പോൾ മാറ്റി ഗോൾഡ് എന്നായി. ഇത് മൈസൂർ സാൻഡൽവുഡ്. പിന്നെ ചിപ്സുകൾ, ആസ് യൂഷ്വൽ സാധനങ്ങൾ. ഈ കേക്ക് കണ്ടല്ലോ, ഈ ബട്ടർ കേക്ക് ബ്രൂഫിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളൊരു ബേക്കറിയാണ്. ഭയങ്കര ടേസ്റ്റി ഇവരുടെ ഈ ബട്ടർ കേക്ക്. അത് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ അച്ചപ്പം, ചിപ്സ്, പിന്നെന്താ ഇഞ്ചി, നാരങ്ങ, തേങ്ങ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാണ് ആദിക്ക് നമ്മുടെ ഡാഡി, അതായത് ഹസ്ബൻഡ് അച്ഛൻ്റെ കുടുംബമുണ്ട്, പുളിമൂട്ടിൽ കുടുംബം എന്ന് പറഞ്ഞാൽ. അവരുടെ വക ആദിക്ക് 10th നല്ല മാർക്ക് മേടിച്ചതിന് അവർ കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. പക്ഷേ ആദിക്ക് പോകാൻ പറ്റിയില്ല മേടിക്കാൻ, പ്രൈസാണ് അത്. മേടിക്കാൻ പോകാൻ പറ്റില്ല. അപ്പം അച്ഛനും ചേട്ടനും കൂടിയാണ് പോയി മേടിച്ചത്. അപ്പോൾ അത് കൊടുത്തു വിടുമായിരുന്നു. ഇതുകൊണ്ട് പുളിമൂട്ടിൽ ശ്രീ യോഗീശ്വര ക്ഷേത്രം എന്നാണ്, ചിങ്ങോലിൽ. അത് കുട്ടി. അപ്പോൾ ആദിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്താ നാടൻ മുട്ട, ബോളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോളി നാട്ടിലെ. അപ്പോൾ അത് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെന്താ ഇത് മസാലക്കൂട്ട്. ഞാൻ ഈ മസാലക്കൂട്ട് വെച്ചാണ് ഗരം മസാല ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് നോക്കി ലക്ഷ്മി കാണിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. അങ്ങനെ ഞങ്ങളുടെ ആഘോഷങ്ങളും കളർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. താങ്ക്